ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഏറ്റവും നല്ല ഷാമ്പു ഏതാണ് ഉപയോഗിക്കേണ്ടത്, അപ്പോൾ അതുപോലെ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിയുടെ റിയാക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ആദ്യമേ പറയാം, എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഷാമ്പുവും, അതായത് ആ ഹെഡിങ്ങെ ഞാൻ പറയാം, ബെസ്റ്റ് ഷാമ്പു ആൻഡ് കണ്ടീഷണർ ഫോർ ഹെയർ ഗ്രോത്ത്. അതായത് നല്ല ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുടി തന്നെ വളരും കേട്ടോ. അപ്പോൾ ആ ഒരു ഒറ്റ സാധനം കൊണ്ട് തന്നെ നമ്മൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ബെസ്റ്റ് ഷാമ്പു ഉപയോഗിക്കാൻ പറ്റാത്തവർ കടയിൽ നിന്ന് വാങ്ങുന്ന കെമിക്കൽ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുമ്പോൾ മുടിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് പറയാം കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ബെസ്റ്റ് ഷാമ്പു പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ കടകളിൽ നിന്ന് വാങ്ങുന്ന രാസവസ്തുക്കൾ അടങ്ങിയ ഷാമ്പുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് മുടിയുടെ സ്വാഭാവികമായ ഈർപ്പവും എണ്ണമയവും നഷ്ടപ്പെടുത്തും. ഇത് മുടി വരണ്ടതാകാനും മുടി പൊട്ടിപ്പോകാനും അകാല നരയ്ക്കും മുടി കൊഴിച്ചിലിനും കാരണമാകും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, എന്നാലും വീഡിയോയിലൂടെ പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കും കേട്ടോ. പിന്നെ കെമിക്കൽ ഷാമ്പുകൾ മുടിക്ക് വരുത്തുന്ന പ്രധാന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് താഴെ പറയുന്നവയാണ് കേട്ടോ. മുടിയുടെ സ്വാഭാവിക എണ്ണമയം നഷ്ടപ്പെടുത്തുന്നു. എണ്ണമയത്തിൻ്റെ അസന്തുലിതാവസ്ഥ ഷാമ്പുവിലെ കഠിനമായ രാസവസ്തുക്കൾ സ്വാഭാവിക എണ്ണമയത്തെ സെബം എന്നൊക്കെ പറയും, അപ്പാടെ നീക്കം ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ അമിതമായ എണ്ണമയം, ഈ നഷ്ടം പരിഹരിക്കാൻ തലയോട്ടി വീണ്ടും അമിതമായി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് വീണ്ടും വീണ്ടും തലയോട്ടി വീണ്ടും വീണ്ടും തല കഴുകേണ്ട അവസ്ഥയിലാകുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. വരൾച്ചയും പൊട്ടലും മുടി വരണ്ടതും ദുർബലമാക്കുകയും ചീർപ്പ് ഉപയോഗിക്കുമ്പോൾ മുടി എളുപ്പത്തിൽ പൊട്ടിപ്പോകാൻ തുടങ്ങുകയും ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട കാരണമാണ് അകാല നര കേട്ടോ. കെമിക്കൽ ഷാമ്പു ഒക്കെ ഉപയോഗിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മുടി നരയ്ക്കും. ശരിക്കും പണ്ടുള്ളവർ പറയും ഒരു മുടിക്ക് 9 മുടി നരയ്ക്കും പറയും കേട്ടോ. അതുപോലെ തന്നെ ഒരു മുടിക്ക് 9 മുടി വളരുകയും ചെയ്യും. അത് നല്ല രീതിയിലാണെങ്കിൽ വളരും കേട്ടോ. അതുപോലെ തന്നെ താരൻ, തലയോട്ടി തലയോട്ടിയിൽ താരൻ വളരുന്നത് മൂലം ചൊറിച്ചിലും താരനും വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ മുടി കൊഴിച്ചൽ, കെമിക്കൽ ഷാമ്പുകൾ നേരിട്ട് മുടി കൊഴിച്ചലിന് കാരണമായില്ലെങ്കിലും മുടിയുടെ ബലം കുറയ്ക്കുകയും തലയോട്ടിയിൽ അലർജി ഉണ്ടാക്കുകയും ചെയ്യുന്നത് വഴി മുടി കൊഴിച്ചൽ കൂട്ടാം. മനസ്സിലായില്ലേ? പിന്നെ പ്രകൃതിദത്തമായ ചേരുവകൾ ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ഷാമ്പു തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഷാമ്പു അല്ല, ഞാൻ പറഞ്ഞു തരാം എന്തായാലും. അപ്പോൾ നിങ്ങളുടെ മുടിയുടെ സ്വഭാവം അനുസരിച്ച് എണ്ണമയമുള്ള മുടിക്ക് ഒരു ഷാമ്പു ആയിരിക്കും അല്ലേ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. അങ്ങനെ നിങ്ങൾ അനുയോജ്യമായ ഷാമ്പുകളൊക്കെ ഓരോന്നോരോന്നും തിരഞ്ഞെടുക്കും അല്ലേ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഇങ്ങനെ തിരഞ്ഞെടുത്ത് വാങ്ങുമ്പോൾ ഇത്രയും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കെമിക്കൽ ഷാമ്പുവിൽ സംഭവിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഏറ്റവും നല്ല ഷാമ്പു നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമായിരിക്കും. ഒറ്റ ഇതിൽ തന്നെ എല്ലാവരും പറയും അലോവേറ അല്ലേ, അലോവേറ ഷാമ്പു ആണ്, അതുപോലെ ദീദി ഷാമ്പു ആണ്, അങ്ങനെയെന്നൊക്കെ പറഞ്ഞ്. അത് ശരി തന്നെയാണ്, ഞാനും ഉറപ്പ് തരുന്നു. പക്ഷേ ആ പറയുന്നതിലൊന്നും നിങ്ങൾ പറയുന്ന ഒരൊറ്റ ഗുണവും ഇല്ല കേട്ടോ. ഞാനും തന്നെ വാങ്ങിച്ച് നോക്കിയിട്ടുണ്ട്. ഞാനിത് പലപ്പോഴും പണ്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഒന്ന് ശരിയാണെങ്കിൽ ഒന്ന് കുറയും, ഒന്ന് ശരിയാണെങ്കിൽ ഒന്ന് കുറയും, അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഞാനും ഒത്തിരി ഷാമ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടെന്നോ, ഞാൻ പാർലർ നടത്തുമ്പോൾ എനിക്ക് കിട്ടുന്നതല്ലേ വാങ്ങി തല കഴുകാനും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനും അതിൽ ബാക്കി വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ മുടികളൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മുടി ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് ഇത്രയൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അതിന് ശരിക്കും പരീക്ഷണങ്ങളൊക്കെ നടത്തി സക്സസ് ആക്കി. ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരുപാട് പേർക്ക് സക്സസ് ആയതാണ്. എനിക്ക് തന്നെ ആദ്യം സക്സസ് ആയതാണ്, ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ പ്രൊഡക്റ്റ് വാങ്ങാനൊന്നും അല്ല കേട്ടോ. നിങ്ങൾ സ്കിപ്പ് ചെയ്തൊന്നും പോകരുത്. നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ്. കൊച്ചു കുട്ടികൾ, എൻ്റെ ഈ ഷാമ്പുവിൻ്റെ ഗുണം എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളടക്കം ഇത് യൂസ് ചെയ്യാം. ഇത് ഷാമ്പു ഒന്നുമല്ല, നിങ്ങൾ പല പ്രൊഡക്റ്റും എൻ്റെ നിന്ന് വാങ്ങിയിട്ടുണ്ടാകും. ഈ സോപ്പ് തന്നെയാണ് കേട്ടോ, ഈ അലോവേറ സോപ്പ് തന്നെയാണ് കേട്ടോ.
ഇതിനെ വേണമെങ്കിൽ ഷാമ്പുവും ആയിട്ട് ഉപയോഗിക്കാം. അതായത് ഞങ്ങൾ ഷാമ്പു പോലെ ലിക്വിഡ് ആക്കിയിട്ടാണ് ഈ സോപ്പ് ആക്കുന്നത് കേട്ടോ. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അലോവേറ സോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. ഒത്തിരി അലോവേറ സോപ്പ് നിങ്ങൾ വാങ്ങിയിട്ടില്ലേ? പക്ഷേ ഇതുപോലെയാണോ? നിങ്ങളൊന്ന് കമൻ്റ് ഇടുക കേട്ടോ. ഇതുപോലെ ഒന്നും ഒരിക്കലും ആയിട്ടുണ്ടാവില്ല. അവർ ഒറിജിനലാണ്. വീട്ടിൽ ഞാൻ ഒന്നും കുറ്റമൊന്നും പറയുന്നില്ല. ഇതുപോലെയൊന്നുമല്ല, ഇത്രയും ഗുണങ്ങൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് തലയിൽ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഷാമ്പൂ ആണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരൊറ്റ സോപ്പ് തന്നെ ഞാൻ ലോകത്ത് എവിടെയും കൊണ്ടുപോകാമെന്ന് പറയുന്ന പോലെ ഈ ഒരൊറ്റ സോപ്പ് മതി നിങ്ങളുടെ തലമുടിയിൽ. ഞാൻ പറഞ്ഞില്ലേ, കണ്ടീഷണർ പോലെ ഉണ്ടാവും. ഇത് പ്യുവർ വെളിച്ചെണ്ണ, വെജിറ്റബിൾ ഓയിൽ, ബദാം ഓയിൽ, പിന്നെ ഗ്ലിസറിൻ, പ്യുവർ ഗ്ലിസറിൻ എണ്ണ ചേർത്തിട്ടാണ്, വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളത്. പിന്നെ പ്യുവർ അലോവേറ പൾപ്പ്. ആ പൾപ്പ് പല രീതിയിലാണ് ഞങ്ങൾ എടുക്കുന്നത് കേട്ടോ. സാധാരണ എടുക്കുന്നവർ പോലെയൊന്നും അല്ല. അപ്പോൾ എല്ലാം ഒറിജിനലായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഷാമ്പു ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ എന്താണ് ബെസ്റ്റ് ഷാമ്പു ആൻഡ് കണ്ടീഷണർ ഫോർ ഹെയർ ഗ്രോത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഏതാണ് നല്ല ഷാമ്പു, ഏതാണ് നല്ല ഷാമ്പു ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ തലയിൽ തേക്കാൻ ഇത് പറ്റും പറഞ്ഞു. അപ്പോൾ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇടുമോ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും നിങ്ങൾ കെമിക്കൽ ഷാമ്പു വാങ്ങുമ്പോൾ നിങ്ങളുടെ മുടി നല്ലതായിരിക്കും. പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഒരുപാട് മുടിയുള്ളവരൊക്കെ പോയിട്ടുണ്ടാവും. ഈ ഒരു സോപ്പിൽ ഷാമ്പു ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങളുടെ മുടി വളരത്തേ ഉള്ളൂ, താരൻ പോകും, എണ്ണമയം നിലനിർത്തും ഇത് കേട്ടോ. നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഉപയോഗിച്ച് ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചവർക്കൊക്കെ അറിയാം കേട്ടോ. അപ്പോൾ ഈ വാങ്ങിച്ചവർ ഞാൻ പ്രത്യേകം പറയാം, ശരീരത്തും മുഖത്തും മാത്രമല്ല നിങ്ങൾ തലയിലും തേച്ചോളൂ കേട്ടോ വാങ്ങിയവർ. അപ്പോൾ ഇതാണ് ബെസ്റ്റ് ഷാമ്പു ഫോർ സോപ്പ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ലാഗ് ചെയ്യുന്നില്ല. അപ്പോൾ ഒത്തിരി ഈ കെമിക്കൽ ഇതിൽ ഞാൻ ഷാമ്പു വാങ്ങുമ്പോൾ ഉള്ള ഇത് എന്താണ് റിയാക്ഷൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ ബൈ ടാറ്റ. ഒരുപാട് ലാഗ് ചെയ്യുന്നില്ല. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒത്തിരി പേര്, ഒരു 15 പേര് പേഴ്സണലായിട്ട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഏറ്റവും നല്ല ഷാമ്പു ഇത് തലയിൽ ഉപയോഗിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഒന്നും കൂടി പറയാം, ഇത് താരൻ പോകും, മുടി വളരും, പേന് വരെ പോകുന്ന ചിലവർ പറയുന്ന കേട്ടോ. പേനൊക്കെ പുറത്തോട്ട് വരും അത്ര. മോയ്സ്ചറൈസിങ് ആണ്, കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ യൂസ് ചെയ്യുക. ബൈ ടാറ്റ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.